ഹരേ കൃഷ്ണ. ഒരിക്കൽ ഭഗവാന്റെ പരമഭക്തനായിരുന്ന പൂന്താനം തിരുമേനി ഭഗവാന്റെ മുന്നിൽ വെച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. അദ്ദേഹം നിത്യവും സഹസ്രനാമം ചൊല്ലാനായിട്ട് ഭഗവാന്റെ മുന്നിൽ എത്താറുണ്ട്. അന്നത്തെ ദിവസം അദ്ദേഹത്തിനൊരു പിഴവ് പറ്റി. സഹസ്രനാമം ചൊല്ലുന്നതിനിടയിൽ പത്മനാഭോ അമരപ്രഭു എന്നതിന് പകരം പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി. സദസ്സിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഉൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. സംസ്കൃതത്തിൽ അതീവ പ്രാവീണ്യം നേടിയ മേൽപ്പത്തൂരിന് ഇത് കേട്ട് സഹിച്ചില്ല. അദ്ദേഹം പൂന്താനത്തെ വളരെയേറെ അപമാനിച്ചു. തിരുമേനി, അങ്ങ് എന്താണ് ഈ ചൊല്ലുന്നത്? പത്മനാഭോ മരപ്രഭു അല്ല, ഭഗവാൻ എന്താ മരപ്രഭു ആണോ? പത്മനാഭോ അമരപ്രഭു എന്നാണ്. അങ്ങ് ഇങ്ങനെയുള്ള പിഴവ് ഒരിക്കലും ഇവിടെ ചൊല്ലരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു. പൂന്താനത്തിന് ഒരുപാട് സങ്കടമായി. പൂന്താനം ശ്രീലകത്തേക്ക് നോക്കി വിതുമ്പി. അധികം ഒന്നും വൈകിയില്ല. ഉടനെ തന്നെ ശ്രീലകത്തു നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. മരത്തിന്റെ പ്രഭു ആരാണ്? മരത്തിന്റെ പ്രഭുവും ഞാനാണ്. അതൊരിക്കലും പിഴവല്ല. മരപ്രഭുവും ഞാനാണ്, അമരപ്രഭുവും ഞാനാണ്. ഇത് കേട്ടു നിന്ന മേൽപ്പത്തൂര് സ്തബ്ധനായിപ്പോയി. അദ്ദേഹത്തിന് അത്ഭുതമായിപ്പോയി. കാരണം പൂന്താനത്തിന്റെ നിഷ്കാമ ഭക്തിയിൽ ഭഗവാൻ തന്നെ നേരിട്ട് പറയുകയാണ്, ഞാൻ മരപ്രഭു ആണെന്ന്. അപ്പോൾ മേൽപ്പത്തൂരിന്റെ ഭക്തി ഒന്നും അല്ലാതെയായി. അദ്ദേഹം പൂന്താനത്തിനോട് ക്ഷമ ചോദിച്ചു. വളരെ ദുഃഖിതനായി അവിടെ നിന്നും മടങ്ങി. ഗുരുവായൂർ അമ്പലത്തിന്റെ തെക്കേ നടയിലാണ് മരപ്രഭുവിന്റെ ശില്പമുള്ളത്. ശില്പത്തിലെ അരയാൽ വൃക്ഷത്തെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായും ശിരസിനെ പരമാത്മാവായും സൂചിപ്പിക്കപ്പെടുന്നു. ബ്രഹ്മാണ്ഡ സർവവും ജഡരേ വഹിക്കുമി സകല മരാമര പ്രഭുവെ പ്രണാമം. ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ സ്വന്തം ഉദരത്തിൽ ചുമക്കുന്ന മഹാപ്രഭുവെ പ്രണാമം. ഭഗവാന്റെ ഈ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഈ ശില്പത്തിൽ വലം വെച്ചാൽ ജന്മജന്മാന്തര പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പനെ തൊഴുത ശേഷം മരപ്രഭുവിന്റെ ശില്പത്തെ വലം വെച്ചാൽ വിവാഹ തടസ്സം ഇല്ലാതാവുകയും രോഗശാന്തി ഉണ്ടാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണം.